ദലിത് സ്ത്രീവിരുദ്ധ പരാമർശ വിവാദത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും ഗായിക പുഷ്പവതിയെ രൂക്ഷമായി വിമർശിച്ചും സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. അടൂർ പറഞ്ഞത് ന്യായം, ഉന്നയിച്ച വിമർശനം ശരിയാണ്. അടൂർ ആരെയും അപമാനിച്ചിട്ടില്ല. അടൂർ വേദിയിൽ സംസാരിക്കുമ്പോൾ പുഷ്പവതി ഇടപെട്ടത് മര്യാദകേടാണെന്നും ശ്രീകുമാരൻ തമ്പി. ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമെന്നല്ല ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത്. അത് ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെപ്പറ്റി എന്തെങ്കിലും അറിയാവുമെന്ന് പരിശോധിക്കണം. അതേത് ചുമ്മാ വെറുതെ വഴിയാടുന്ന പോലെ ഇപ്പം മൊബൈലിൽ ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും. അത് സിനിമയാണോ? ഇത് കളിയാണോ? ഒരു ക്യാമറ ഒരു കളിപ്പാട്ടമല്ല. അപ്പോൾ സിനിമയെക്കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പഠിപ്പിക്കണം അവരെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ദളിത്കാരെ ചെറുതാക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചെറുതാക്കി എവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം അടൂരിനെതിരെ കേസ് എടുക്കണമെന്ന പരാതിയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. നിയമോപദേശത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് മ്യൂസിയം പോലീസിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഏതായാലും ശ്രീകുമാരൻ തമ്പി അടൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ നോക്കുമ്പോൾ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ തന്നെയുള്ള മാറ്റങ്ങൾ, അതാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ഇങ്ങനെ ഏതായാലും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അടൂരിനെ പിന്തുണച്ചും എതിർത്ത് വരുന്നവരാണ് കൂടുതലും. എങ്കിലും പിന്തുണച്ചുകൊണ്ടും ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ള വളരെ കുറച്ചു പേരെങ്കിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനവും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ കേസ് എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ, കേസ് പരാതിയുമായി ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യം, കേസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ എന്ത് നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്? നിയമോപദേശം തേടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ് മറ്റു വിവരങ്ങൾ? ലക്ഷ്മി, നിലവിൽ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ദിനുവയിലാണ് അടൂരിൻ്റെ ഈ പരാമർശത്തിനെതിരെ മ്യൂസിയം പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് പട്ടികജാതി പട്ടിക വിഭാഗ ആൾക്കാരെ അടൂർ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദിനു പരാതി നൽകിയത്. പക്ഷേ ഈ പരാതിയിൽ ഇതുവരെയും മ്യൂസിയം പോലീസ് കേസ് എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു വ്യക്തമായ അല്ലെങ്കിൽ വിദഗ്ധമായ ഒരു നിയമോപദേശം തേടിയിരുന്നു. ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടവിരുദ്ധമായ നടപടി അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള നടപടി അടൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ SC/ST വിഭാഗക്കാരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇത്തരത്തിലൊരു പരാമർശം അടൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അല്ലെങ്കിൽ നിയമങ്ങൾ തെറ്റിക്കുന്ന ഒരു നടപടി അടൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കാനും മ്യൂസിയം പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ തീരുമാനം. കൂടുതൽ ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ട്. പക്ഷേ അതേസമയം അടൂരിൻ്റെ പരാമർശത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് സംവിധായകനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയും രംഗത്തെത്തി. അടൂർ പറഞ്ഞതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം വർഷങ്ങളുടെ പരിജ്ഞാനമുള്ള ഒരു സംവിധായകനാണ്. ഫാൽക്കെ പുരസ്കാരം അടക്കം ലഭിച്ചിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് സിനിമ നിർമ്മിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഈ 1.5 കോടി രൂപ നമ്മളുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. അത്തരത്തിൽ പണം കൊടുക്കുമ്പോൾ ആ പണം സ്വീകരിക്കുന്നവർ അതിന് അർഹരാണോ എന്നുള്ള കാര്യം പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകുക തന്നെ വേണം. അത് ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള പരിശീലനം ആവശ്യമാണെന്നാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വെച്ചത്. അതിനോടൊപ്പം തന്നെ അടൂരിനെതിരെ പരാമർശം നടത്തിയ അല്ലെങ്കിൽ പ്രതികരിച്ച പുഷ്പവതി എന്ന ഗായികക്കെതിരെയും രൂക്ഷ പരാമർശം ശ്രീകുമാരൻ തമ്പി നടത്തുകയുണ്ടായി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേദിയിൽ വെച്ച് അടൂരിനെതിരെ ഇത്തരമൊരു പരാമർശം ഗായികയുടെ ഭാഗത്തു നിന്നുണ്ടായത്? അവർ ചെയ്തത് തികച്ചും മര്യാദകേടായ. ഹാൻസ് ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന്.